തച്ചുപറമ്പിൽ ഫിലിപ്പോസിന്റെയും അന്നമ്മയുടെയും രണ്ടാമത്തെ സന്തതി അനിൽ ആൻഡോ. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നിയേക്കാം, പക്ഷേ ഗൊറില്ല ഡാർവിൻ നായകനാകുന്ന ഈ കഥയിലെ വില്ലൻ ഇയാളാണ്. കിട്ടിയില്ലേ? വിഷ്വൽ കിട്ടിയില്ലേ? കൊള്ളാം രവി, നന്നായിട്ടുണ്ട്. പിന്നല്ലാണ്ട് ഇതൊക്കെ ഒരു സ്ലോ മോഷൻ ക്യാമറ വെച്ചിട്ടെ നല്ല സ്ലോവിൽ ഷൂട്ട് ചെയ്ത സ്ലോ മോഷനിലാണ് നമ്മൾ എടുക്കുന്നത്. കൺസീവ് ചെയ്തേക്കണ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചുമന്ന പച്ചമുളകിന്റെ ഇടയിൽ കൂടി ചാടി വരുന്ന വില്ലി. ചുവന്ന പച്ചമുളകായിരുന്നോ? ചുമപ്പ്. എന്റെ മനസ്സില് നല്ല പച്ചമുളകിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ ചാടി വരുന്ന വില്ലി. പൊളിക്കൂലേ? പച്ചവണി പച്ചാക്ക ബദാം ജ്യൂസ്. അത് കുഴപ്പമില്ല കേട്ടോ, അത് ഇവിടെ ഇഷ്ടം പോലെ മാറ്റിയാൽ മതി. ഇപ്പൊ എന്തായാലും പോയി കോസ്റ്റ്യൂം മാറിക്കൂടും, നമുക്ക് എടുക്കാം. ഒരു മിനിറ്റ്. ഈ ഷർട്ട് ഇട്ട് അഭിനയിച്ച മോശമോ? മോശോ? എന്ത് മോശം? ഈ വിജയ് സൂര്യ ലൂർജനൊക്കെ എങ്ങനെ വന്നത്? ഷട്ടി പിടിച്ചതിലല്ലേ? ആണോ? അപ്പൊ കുഴപ്പമില്ല, ഞാൻ ഇട്ടിട്ട് വരാം. ഞാനൊരു 10,000 മെഡിസിൻ പറഞ്ഞില്ലേ നമ്മുടെ എടുത്തു വേണ്ടി ചേട്ടാ നമുക്ക് അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഡ്രസ്സൊക്കെ എടുത്ത് കുറച്ച് പൊളി ഫോട്ടോസ് എടുക്കാം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റിട്ട് ഷട്ടിട്ട് എടുക്കാം. ഓക്കെ പൊളിക്കും. ചെല്. ഓക്കെ, പൊളിച്ചിട്ട് സുണ്ടുടാ ബദാമിൽക്കെന്താ ആക്ഷൻ. ഹലോ എടാ, ഞങ്ങളിവിടെ എത്തി ബസ് സ്റ്റാൻഡിൽ. നീ അഡ്രസ് പറഞ്ഞാലും മതി. കണ്ട് ഇന്ന് പോരെ. നീ ഇറങ്ങൂലേ? മമ്മൂട്ടി ഒന്നല്ലല്ലോ. ഇല്ലേ? സുഖമല്ലേടാ മിസ്റ്റർ കൊട്ടാരക്കര? ബസ്സിലേക്ക് പോയില്ലോടെ. ഞങ്ങൾ പഴയ ജിമ്മേറ്റ്സാ. ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളുടെ കല്യാണത്തിനുണ്ടായിരുന്നു. എടാ ഇത് വാസ്കോ, നെഗറ്റീവ് തൊമ്മൻ. നിങ്ങൾ കയറ്, പോവാ. കുറച്ചുകൂടി കുടിക്കേ? വേണ്ട, മതി. ഒരേ ഇരിപ്പിരുന്ന് വന്നതിന്റെ ക്ഷീണ. ദൂരം കുറയില്ലേ? ട്രെയിന് വന്നാ പോരായിരുന്നോ? അത് സാരമില്ല, നല്ല ഉറക്കോടി കഴിയുമ്പോൾ ശരിയാവും. അത് കഴിഞ്ഞൊരു ആവിയും കൂടെ പിടിക്കാം, സൂപ്പറായിരിക്കും. അവിടെ നോക്കിക്കത് കഴിക്കടാ. വീട്ടിലേക്ക് വിളിച്ചോ? ഇല്ല. ഈ വയറും വെച്ച് നിന്നെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം മണിക്കൂർ 7-8 ഫോൺ അവിടെ ഉണ്ടല്ലോ. നമുക്ക് തിരിച്ചു പോയാലോ? പോയിട്ട് നീ പേടിക്കാതിരിക്കുക. ഹാഷർ ഒരു ജോലി ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. താമസിക്കാൻ ഒരു ചെറിയ വാടക വീട് കണ്ടുപിടിക്കണം.